ഹലോ, എന്തൊക്കെയാണ് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിരിക്കുന്നോ? ഞങ്ങളിവിടെ സുഖമായിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അടിപൊളി വീഡിയോ ആണ്. എന്താണെങ്കിലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം ഈ വീഡിയോ. അതുപോലെ തന്നെ ഇതെന്താണെങ്കിലും അവസാനം വരെ കാണണം. വളരെ എളുപ്പമാണ് ഇതുണ്ടാക്കാൻ. അതുപോലെ തന്നെ രുചി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിട്ടില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളി ടേസ്റ്റാണ്. ഇനി ഇങ്ങനെ ഒരു സംഭവം നിങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താണെങ്കിലും കടയിൽ പോയിട്ടൊന്നും നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഇതൊന്നും മേടിച്ച് കഴിക്കേണ്ട ആവശ്യമില്ല. ചോക്ലേറ്റ് വരെ നമുക്ക് ഇഷ്ടപ്പെടുന്നതിനേക്കാൾ കൂടുതൽ ഇത് നമ്മൾ ഇഷ്ടപ്പെടും. ഇതുണ്ടാക്കാനായിട്ട് നമുക്ക് ആദ്യം എന്താ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം നമ്മൾ എന്ത് ചെയ്യും, നെയ്യിലാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. കാരണം ഇത് ശുദ്ധമായിട്ടുള്ളൊരു സംഭവമല്ല. അപ്പം നമ്മൾ നെയ്യിൽ ഉണ്ടാക്കുന്നു. അപ്പം നമ്മുടെ കയ്യിൽ എന്തൊക്കെ ഡ്രൈ നട്ട്സ് ഉണ്ടോ അതെല്ലാം നമ്മൾ എടുക്കുക. അത് ഈക്വലായിട്ടും വേണമെങ്കിൽ എടുക്കുക. ഇനിയിപ്പോൾ ഏതെങ്കിലും ഡ്രൈ നട്ട്സ് കൂടുതൽ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അത് നമുക്ക് കൂടുതൽ എടുക്കാം. അപ്പം ഞാനതെല്ലാം എന്ത് ചെയ്യും, ചെറുതായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുത്തു. ഞാൻ അത്യാവശ്യം എല്ലാം തന്നെ എല്ലാ ഡ്രൈ നട്ട്സും തന്നെ എടുത്തിട്ടുണ്ട്. അതായത് ബദാം എടുത്തിട്ടുണ്ട്, പിസ്ത എടുത്തിട്ടുണ്ട്, പിന്നെ നമ്മുടെ വാൽനട്ട് എടുത്തിട്ടുണ്ട്, പിന്നെ ചെറിയ ചെറി എടുത്തിട്ടുണ്ട്. അങ്ങനെ എല്ലാ സാധനങ്ങളും എടുത്തിട്ടുണ്ട്. അപ്പോൾ എന്ത് ചെയ്തു, അതെല്ലാം നമ്മൾ അതിലേക്ക് ആഡ് ചെയ്തിട്ട് ചൂടാക്കും. ചൂടാക്കിയിട്ട് ആ ഒരു ചെറുതായിട്ട് ഒരു 5 മിനിറ്റ് ഒക്കെ ചൂടാക്കിയാൽ മതി. അപ്പോൾ അതൊരു പാകമായി കഴിയുമ്പം നമ്മൾ പിന്നെ അതിനകത്തേക്ക് നമുക്ക് പിന്നെ വേറെ ഞാൻ എക്സ്ട്രാ ആഡ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കയ്യിൽ ഫ്ലാക്സ് സീഡ് ഉണ്ടായിരുന്നു. ഫ്ലാക്സ് സീഡ് നമ്മുടെ എല്ലാ അസുഖങ്ങൾക്കും, അതുപോലെ തന്നെ PCOD ഉള്ളവരാണെങ്കിലും അല്ലെങ്കിൽ നമുക്ക് അയണിൻ്റെ കുറവ് അങ്ങനെയൊക്കെ ഉള്ളവരാണെങ്കിലും ഈ ഒരു സാധനം കഴിച്ച് കഴിഞ്ഞാൽ വളരെയധികം ഹെൽത്തിയാണ്. അതുപോലെ തന്നെ ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. അപ്പോൾ ഞാൻ ആ സാധനങ്ങളെല്ലാം ആഡ് ചെയ്തിട്ടുണ്ട്. എല്ലാം നമ്മൾ ആഡ് ചെയ്തതിന് ശേഷം ഞാൻ കുറച്ച് തേങ്ങയും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ തേങ്ങ ഉണ്ടെങ്കിൽ കുറച്ചും കൂടെ ടേസ്റ്റ് ആയിരിക്കും. നിങ്ങൾക്ക് തേങ്ങ ഇടാൻ ഇഷ്ടമില്ല, അല്ലെങ്കിൽ കുറേ നാൾ വെക്കാനാണ് നിങ്ങൾക്ക് താല്പര്യമെങ്കിൽ നിങ്ങൾ തേങ്ങ ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല. ഇനി തേങ്ങ ഇട്ടു എന്ന് ഒരു നാശമൊന്നും ആവത്തില്ല. തേങ്ങ നന്നായിട്ട് കുറച്ചൊരു രീതിയിൽ ഒന്ന് ചെറിയതായിട്ടൊന്ന് വറക്കുന്ന രീതിയിൽ നമ്മൾ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നാശമൊന്നും ആവത്തില്ല. പിന്നെ ഏറ്റവും അവസാനമായിട്ട് ഞാൻ ആഡ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മുന്തിരിയാണ്. ഞാൻ 2 ടൈപ്പിലുള്ള മുന്തിരി എടുത്തിട്ടുണ്ട്. അതായത് നമ്മുടെ ബ്ലാക്ക് മുന്തിരി ഇല്ലേ, ബ്ലാക്ക് ഗ്രേപ്സ്. അപ്പോൾ അതാണെങ്കിൽ നന്നായിട്ട് നമുക്ക് രക്തമൊക്കെ ഉണ്ടാവാൻ നല്ലതാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതും എടുത്തിട്ടുണ്ട്. അതെല്ലാം നമ്മൾ ചൂടാക്കി എല്ലാം സെറ്റാക്കി വെച്ചു. ഇനി അടുത്ത ഒരു മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഡേറ്റ്സ് ആണ്. അപ്പോൾ ഡേറ്റ്സ് എന്ത് ചെയ്തു, ഞാനത് മിക്സിയിലിട്ട് കറക്കിയെടുത്തു. ഡേറ്റ്സ് എപ്പോഴും കുറച്ച് കൂടുതൽ വേണം നമ്മുടെ ഈ സീഡ്സ് വെച്ച് നോക്കുമ്പോൾ, ഡ്രൈ നട്ട്സ് വെച്ച് നോക്കുമ്പോൾ. എന്നിട്ട് ഞാൻ അത് നന്നായിട്ട് ഇങ്ങനെ മിക്സ് ചെയ്തു. അതായത് നമ്മുടെ പാനിലിട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തു. എന്നിട്ട് ആ മിക്സ് ചെയ്ത് അതിന് ശേഷം നമ്മൾ നേരത്തെ വറുത്ത് വെച്ച സംഭവങ്ങളൊക്കെ ഇല്ലേ, ഡ്രൈ നട്ട്സും മുന്തിരിയൊക്കെ, അതെല്ലാം കൂടെ ഞാൻ അതിലേക്ക് ആഡ് ചെയ്തു. എന്നിട്ട് അത് പയ്യെ നന്നായിട്ട് മിക്സ് ചെയ്യുക. അതായത് നമ്മൾ കടലമിഠായിയൊക്കെ ഉണ്ടാക്കത്തില്ലേ, അതുപോലെ നന്നായിട്ട് 2 തവി യൂസ് ചെയ്തിട്ട് നന്നായിട്ട് നമ്മൾ എന്ത് ചെയ്യാം, നന്നായിട്ട് അത് മിക്സ് ചെയ്തു. മിക്സ് ചെയ്തതിന് ശേഷം നമ്മളത് ഇങ്ങനെ റോളാക്കി എടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ അതിനായിട്ട് ഞാൻ പിന്നെ വേറൊരു ഇൻഗ്രീഡിയൻറ്റും കൂടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ കുറച്ച് നമ്മുടെ സെസേം സീഡ് ഇല്ലേ, സെസേം സീഡ് കറുപ്പ് വേണമെങ്കിൽ എടുക്കാം, വെളുത്തതാണെങ്കിലും എടുക്കാം. അപ്പോൾ അത് ഞാൻ എടുത്തിട്ട് ഒന്ന് വറുത്തു. അതിൻ്റെ വറക്കുന്ന ഒരു പാകമൊക്കെ നമുക്കറിയാമല്ലോ. ഒരു ചെറിയ ഇങ്ങനെ പൊട്ടുന്ന ഒരു ഇതില്ലേ, എന്താ ഒച്ച കേൾക്കുന്നത് വരെയാണ് അതാക്കുന്നത്. അപ്പോൾ അതിന് ശേഷം ഞാൻ മറ്റേ ആദ്യം ഉണ്ടായിരുന്ന സാധനം റോൾ ചെയ്ത് വെച്ചു. ഞാൻ പറഞ്ഞല്ലോ, അത് റോൾ ചെയ്യുന്നത് കാണിക്കാൻ പറ്റിയില്ല. അത് റോൾ ചെയ്ത് നമ്മളിങ്ങനെ ആക്കി വെച്ചു. എന്നിട്ട് നമ്മൾ ഓൾറെഡി വറുത്ത് വെച്ച സെസേം സീഡില്ല, ആ സെസേം സീഡ് അവിടെ നിരത്തി വെച്ചിട്ട് അതിലേക്ക് ഇങ്ങനെ മിക്സ് ചെയ്തു. അതിങ്ങനെ ഒരു ഭംഗി കിട്ടാൻ വേണ്ടിയിട്ട്, അതായത് കാണുമ്പോൾ ഒരു രസത്തിന് വേണ്ടിയിട്ടാണ്, ഭംഗിക്ക് വേണ്ടിയിട്ടാണ്. പിന്നെ ഭംഗി മാത്രമല്ല, സെസേം സീഡും നല്ല ഗുണമുള്ളതല്ല. അപ്പോൾ അതെല്ലാം കൂടെ എന്ത് ചെയ്തു, ഞാൻ നന്നായിട്ട് അത്യാവശ്യം എന്തോരം പിടിപ്പിക്കാവോ അപ്പോൾ അത്രയും മാക്സിമം ഞാൻ പിടിപ്പിച്ചു. അപ്പോൾ അങ്ങനെ ആക്കി. എന്നിട്ട് പിന്നെ നമ്മുടെ ഒരു പേപ്പർ എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്തു, നമ്മുടെ ഈ ചെറിയ മിഠായിയൊക്കെ ഇല്ലേ, നമുക്ക് ഈ പൊതിയുള്ള മിഠായിയൊക്കെ കിട്ടത്തില്ലേ, അപ്പോൾ അതുപോലെ ഇങ്ങനെ നമ്മൾ നന്നായിട്ട് ഇങ്ങനെ പൊതിഞ്ഞ് വെച്ച് അതിങ്ങനെ മിഠായി പോലെ ഇങ്ങനെ നമ്മൾ നന്നായിട്ട് ഇതാക്കി വെച്ചു. എന്നിട്ട് പിന്നെ നമ്മൾ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് നമുക്ക് വേണമെങ്കിൽ ഫ്രീസറിൽ വെച്ചിട്ട് കുറേ നേരം കഴിഞ്ഞിട്ട് നമുക്ക് എടുക്കാം. പക്ഷെ ഞാൻ എടുത്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങളൊരു രാത്രിയായിരുന്നു ഉണ്ടാക്കിയത്. അപ്പോൾ പിന്നെ പിറ്റേ ദിവസമാണ് ഞാൻ അതെടുത്തത്. പിറ്റേ ദിവസം ഞങ്ങൾ കട്ട് ചെയ്തു. ഇനി നമുക്കിത് പയ്യെ നോക്കാം. അതായത് പിറ്റേ ദിവസം എടുത്തതെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ നമുക്കിത് പയ്യെ തുറന്ന് നോക്കാം, എങ്ങനെ ശരിയായോ ഇല്ലയോ എന്നൊക്കെ. അപ്പം ഞങ്ങളിങ്ങനെ പയ്യെ തുറന്ന് നോക്കിയപ്പോൾ ആദ്യം തന്നെ കുറച്ച് എക്സ്ട്രാ ഉണ്ടായിരുന്നത്, എന്താ പറയുക, നമ്മുടെ സെസേം സീഡൊക്കെ കുറച്ച് ചാടി. എന്നാലും കുഴപ്പമില്ല, അത്യാവശ്യം
നമ്മുടെ അതിനകത്ത് പിടിച്ചിട്ടുണ്ട്. നല്ല ഭംഗിയൊക്കെ ഉണ്ട്, കാണുമ്പോൾ തന്നെ നല്ല രസമാണ്. പിന്നെ നമ്മൾ പയ്യെ കത്തിയൊക്കെ എടുത്തിട്ട് ഇങ്ങനെ പയ്യെ കട്ട് ചെയ്യുക. കട്ട് ചെയ്യുമ്പോൾ ഭയങ്കരമായിട്ട് നമ്മൾ സ്ട്രെസ്സ് കൊടുക്കില്ല, അതപ്പോൾ ചെറുതായിട്ട് ഇങ്ങനെ പൊട്ടിപ്പോവും. അപ്പോൾ നല്ല രീതിയിൽ ഇങ്ങനെ കട്ട് ചെയ്ത് കാണുമ്പോൾ തന്നെ എന്നാ രസമാണ്. അതായത് അതിനകത്ത് എല്ലാം ഉണ്ട്. ആ ഒരു പൂക്കളം പോലെ, അതായത് ട്രൈനട്ട്സ് കൊണ്ടുള്ള ഒരു പൂക്കളം പോലെ അത്രയും ഭംഗിയാണ്. ഭംഗി മാത്രമല്ല, കിഡു ടേസ്റ്റാണ്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയത്തില്ലേ? ഇതിനെപ്പറ്റി കൂടുതൽ പറയേണ്ട ആവശ്യമൊന്നുമില്ല. അത് കാണുമ്പോൾ തന്നെ അതിൻ്റെ ടേസ്റ്റ് നിങ്ങൾക്ക് ഊഹിക്കാൻ പറ്റില്ലേ? അതുപോലെ കിടിലനാണ്. നമ്മൾ കടലമിഠായിയൊക്കെ കഴിക്കില്ലേ? കടലമിഠായി കഴിക്കുമ്പോൾ കടലയുടെ ടേസ്റ്റ് മാത്രമല്ലേ നമുക്ക് കിട്ടുള്ളൂ. ഇതങ്ങനെയല്ല, എല്ലാ ടേസ്റ്റും കിട്ടും. അടിപൊളിയാണ്. അപ്പോൾ നിങ്ങളുടെ പിള്ളേർക്കൊക്കെ എന്താണെങ്കിലും നിങ്ങൾ ഉണ്ടാക്കി കൊടുത്തു നോക്കണം. അവരെന്താണെങ്കിലും ഇഷ്ടപ്പെടും. അപ്പോൾ ഇനി സ്വീറ്റ്സൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് കൊതിയുള്ളവരൊക്കെ ഉണ്ടാവില്ലേ? ഡയബറ്റീസ് ഒക്കെ ഉള്ളവർക്കൊക്കെ ആണെങ്കിലും അങ്ങനെയുള്ളവർക്കാണെങ്കിലും രാവിലെ നമ്മൾ ഒരെണ്ണം കഴിക്കാം. അല്ലെങ്കിൽ വൈകുന്നേരം എന്തെങ്കിലുമൊക്കെ മധുരം കഴിക്കണം എന്നൊക്കെ തോന്നുന്നവരാണെങ്കിൽ ഇതുണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കിപ്പോൾ സമയമില്ലെങ്കിലും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ സമയമില്ലെങ്കിലും ഇതൊന്നും എടുത്തുകൊണ്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കഴിക്കാം. എന്നാൽ റിച്ചാണ്, ഭയങ്കര കിടു ടേസ്റ്റുമാണ്, എല്ലാമാണ്. നമുക്ക് ആവശ്യം വേണ്ട എല്ലാ വൈറ്റമിൻസും എല്ലാം ഉണ്ട് ഇതിനകത്ത്. അപ്പോൾ എന്താണെങ്കിലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് അഭിപ്രായം എന്താണെങ്കിലും പറയണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇങ്ങനെ അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എല്ലാം പറയണേ.